Hi friends, Thekkan പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് പഴയൊരു സെറ്റ് ടോപ്പ് ബോക്സ് ആണ്. അപ്പോൾ അതിനെ നമ്മളിന്ന് ബ്ലൂടൂത്തും FM ഒക്കെ ഉള്ളൊരു കിഡിലൊരു പ്ലെയർ ആക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ പഴയ സെറ്റ് ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്ലൂടൂത്ത് പ്ലെയർ ആവശ്യമുണ്ട്. അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ കൂടെ വരുന്ന ഒരു റിമോട്ടാണിത്. അപ്പോൾ നമുക്ക് ഈ ബ്ലൂടൂത്ത് പാനൽ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ USB പോർട്ട് ഉണ്ട്, പിന്നെ SD കാർഡ് ഉണ്ട്, പിന്നെ FM ഉണ്ട്, പിന്നെ ബ്ലൂടൂത്ത് വരുന്നുണ്ട്, പിന്നെ AUX വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്ലൂടൂത്ത് പാനൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് സെറ്റ് ബോക്സിൽ ആ ഒരു സൈഡിലായിട്ടാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഫസ്റ്റിൽ തന്നെ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സെറ്റ് ബോക്സ് നമുക്കൊന്ന് മൊത്തത്തിൽ നമുക്ക് അതിനകത്തുള്ള ബോർഡൊക്കെ നമുക്കൊന്ന് ഇളക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ബോക്സിൻ്റെ അടി സൈഡിൽ നമുക്ക് ഇതുപോലൊരു പോർഷൻ കാണും. അവിടെ നമ്മൾ എന്തെങ്കിലും കത്തി എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ നമ്മളൊന്ന് തിക്കി എടുക്കേണ്ടതാണ്. അതുകൂടാതെ അതിൽ തന്നെ നമുക്ക് 2 സ്ക്രൂവും കാണാൻ കഴിയും. അപ്പോൾ അതിലൊരു സ്ക്രൂ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡിലും അതുപോലൊരു സ്ക്രൂ ഉണ്ട്. അത് അഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് ബോക്സ് നമുക്ക് ഇതിൽ കാണുന്നത് പോലെ നമുക്കൊന്ന് ഇളക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ബോക്സിൻ്റെ അടി സൈഡ് നമ്മളൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെയാണ് നമുക്ക് ഇളക്കിയെടുക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. സെറ്റ് ബോക്സിൻ്റെ ബോർഡ് നമുക്ക് അതിനുള്ളിൽ കാണാൻ പറ്റും. അപ്പോൾ അതും ബോർഡ് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്ലൂടൂത്ത് പാനൽ നമ്മൾ അതിലൊന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനുള്ളിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. നമുക്കതിപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് പാനലിൻ്റെ ഒരു അളവിന് നമ്മൾ സെറ്റ് ബോക്സിൽ നമ്മളൊന്ന് അളവ് വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അളവിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി എങ്ങനെയാണ് ബ്ലൂടൂത്ത് പാനലിൽ നമുക്ക് വയറുകളൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂടൂത്ത് പാനൽ എടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് പാനൽ നമുക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് 3-4 സോൾഡറിങ് ചെയ്യുന്ന ഒരു സംഭവം കാണാൻ പറ്റും. അതിൽ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് L എന്ന് കൊടുത്തിട്ടുണ്ട്, ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്, R എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ സൗണ്ട് ഔട്ട് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു പോർഷനാണ് FMൻ്റെ ആൻറ്റിന. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഒരു +5 ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ബ്ലൂടൂത്ത് പാനലിന് ആവശ്യമായ പവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കൂടാതെ നമ്മൾ ചെറിയൊരു ബോർഡും കൂടി എടുത്തിട്ടുണ്ട്. ഇതാണ് ആംപ്ലിഫയർ ബോർഡ്. അപ്പോൾ അതിലും നമുക്ക് ഒന്ന് നോക്കി നോക്കാം. അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും 2 സ്പീക്കർ കൊടുക്കാനുള്ള ഒരു പോർഷൻ കാണും. അവിടെയാണ് നമ്മൾ സ്പീക്കർ കൊടുക്കാനുള്ളത്. അതുകൂടാതെ അതിന് ആ ബോർഡിന് പവർ കൊടുക്കാനുള്ള ഒരു പോർഷൻ കാണും. അവിടെ നമുക്ക് 5 വാട്ട് പവർ കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതിൽ തന്നെ നമുക്ക് നേരത്തെ കണ്ടതുപോലെ 3 ഇത് കാണും. അവിടെയാണ് നമ്മളെ ബ്ലൂടൂത്ത് പാനലിൽ നിന്ന് വരുന്ന വയർ കണക്ട് ചെയ്യാനുള്ളത്. ഇതിൽ കാണുന്ന പോലെ അതിൻ്റെ ബ്ലൂടൂത്ത് പാനലിലുള്ള L എന്ന് പറഞ്ഞ പോർഷൻ ഇവിടെയും അതിൽ റൈറ്റ് എന്നുള്ള പോർഷൻ ഈ ബോർഡിലും ഗ്രൗണ്ട് ഇതിലായിട്ട് കണക്ട് ചെയ്യും. പിന്നെ അവിടെ നമ്മൾ പവർ കൊടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കണക്ട് ചെയ്തൊന്ന് എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് പാനലും നമ്മൾ ആംപ്ലിഫയർ ബോർഡും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് വയറെല്ലാം കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ബ്ലൂടൂത്ത് പാനലിൽ നിന്നും നമുക്ക് പവർ കൊടുക്കാനുള്ളൊരു പോർഷൻ കണ്ടില്ലേ, ആ ഒരു പോർഷനിൽ നിന്നും നമ്മൾ വയർ നേരെ കണക്ട് ചെയ്യുന്നത് ആംപ്ലിഫയർ ബോർഡിലോട്ടാണ്. അവിടെ നമ്മൾ വയർ എടുത്ത് നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ മൊത്തത്തിൽ നമ്മൾ പവർ കൊടുക്കാൻ പോകുന്നത്. അതുകൂടാതെ നമ്മൾ ബ്ലൂടൂത്ത് പാനലിൽ നിന്നും അതായത് ഔട്ട് കൊടുക്കുന്നത്, വോയിസ് ഔട്ട് കൊടുക്കുന്നത് നമ്മൾ നേരെ ആംപ്ലിഫയർ ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ 3 പോർഷനിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആൻറ്റിനയ്ക്ക് നമുക്കൊരു വയർ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ആംപ്ലിഫയർ ബോർഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 2 സ്പീക്കർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 2 സ്പീക്കറിന് വേണ്ടിയിട്ട് 4 വയർ നമ്മൾ സോൾഡറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. 2 സ്പീക്കറാണ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ സോൾഡറിങ് ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആൾറെഡി നമ്മളൊരു സ്വിച്ചും നമ്മളൊരു ഫോണിൻ്റെ ചാർജ് കൊടുക്കാനുള്ള ഒരു പോർഷനോട് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ചാർജർ കൊടുക്കാനുള്ള ഒരു പോർഷനിൽ നിന്ന് നമ്മളൊരു വയർ എടുത്തിട്ട് നമ്മൾ സ്വിച്ചിൻ്റെ ഒരു പോർഷനിൽ നമ്മൾ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒഴിവാക്കിയ ബോർഡിൽ നിന്ന് നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് അഴിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ബോർഡിൽ നിന്ന് നമുക്ക് സ്പീക്കർ കൊടുക്കാനുള്ള ഔട്ട് ഇതിലാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് മൊത്തത്തിൽ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ബോർഡൊക്കെ നമ്മൾ സെറ്റ് ബോക്സിൻ്റെ ബോർഡിൽ വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ആ പോർഷനിൽ നമ്മൾ സ്പീക്കറിൻ്റെ 4 വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ആൾറെഡി.
അതുപോലെ തന്നെ നമ്മൾ ബോർഡ് നമ്മൾ അതിനകത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ സ്വിച്ചിൻ്റെയും നമ്മൾ പവർ കൊടുക്കാനുള്ള പോർഷനെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ പവർ കൊടുക്കാൻ നമ്മൾ 2 വയർ നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു വയർ എടുത്തിട്ട് നമ്മൾ ഫോണിൻ്റെ ചാർജർ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് നമ്മൾ വെള്ള വയർ കൊടുത്തിട്ടുണ്ട്. ആ റെഡ് വയർ വന്നിട്ട് നമ്മൾ സ്വിച്ചിൻ്റെ മേൽഭാഗത്താണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, സോൾഡർ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതെല്ലാം സെറ്റ് ചെയ്ത് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബോക്സ് നമുക്കൊന്ന് അടച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് പ്ലെയറിൻ്റെ ഫുൾ വർക്കെല്ലാം നമ്മൾ കഴിഞ്ഞ് കിടിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പുറകിൽ സൈഡ് നോക്കുകയാണെങ്കിൽ സ്വിച്ച് ഉണ്ട്, പിന്നെ നമ്മൾ ചാർജർ കൊടുക്കാനുള്ള പോർഷൻ, പിന്നെ 2 സ്പീക്കർ കൊടുക്കാനുള്ള ലെഫ്റ്റും റൈറ്റും സ്പീക്കർ കൊടുക്കാനുള്ള, പിന്നെ ഒരു വയർ ഏരിയയിൽ കൊടുക്കാനുള്ള ഒരു വയർ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പവർ കൊടുക്കുക എടുത്തിരിക്കുന്ന ഫോണിൻ്റെ ഒരു ചാർജറാണ്. അപ്പോൾ ആ ചാർജർ എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളെ ബ്ലൂടൂത്ത് പ്ലെയറിന് പവർ കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ആ വച്ചിട്ടുള്ള സ്വിച്ച് നമ്മളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മളെ പ്ലെയർ ഓൺ ആവുകയുള്ളൂ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്ലെയർ ഓണായി വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ 2 സ്പീക്കർ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കുഞ്ഞ് 2 സ്പീക്കർ എടുത്തിട്ടുണ്ട് ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഈ ഭാഗം നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ബ്ലൂടൂത്ത് പ്ലെയറിലേക്ക്. അപ്പോൾ നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പം തന്നെ നമ്മൾ FM മോഡിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നോയ്സ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം, മോഡുകൾ ഓരോന്നായിട്ട് മാറ്റി കൊടുക്കാം. ബ്ലൂടൂത്ത് AUX പിന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു സോങ് എന്തെങ്കിലും നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഫോൺ എടുത്ത് നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ബ്ലൂടൂത്ത് പ്ലെയറിലായിട്ട്. നമുക്കൊന്ന് സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. സിനിമയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഒരെണ്ണം ഉണ്ടാക്കിൽ നല്ല രീതിയിൽ സൗണ്ടൊക്കെ കേട്ട് നമുക്ക് സിനിമ ആസ്വദിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്തിരുന്നാൽ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫ്രണ്ട്സ്.